സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. രണ്ടാമത്തെ സഭ സ്മുർണ പറയുകയാണെങ്കിൽ 7 സഭകളിൽ 2 സഭകളെ ദൈവം പുകഴ്ത്തിക്കൊണ്ടായി. പുകഴ്ത്തിയതുമില്ല, ഇകഴ്ത്തിയതുമില്ല, ഉപദേശിക്കുകയാണ്. ബാക്കിയുള്ള 5 സഭകളെ ശാസിച്ചു, അവരുടെ തെറ്റുകളെ എടുത്തു കാണിച്ചു. സഭയെ ശാസിക്കുന്നതല്ല എൻ്റെ ജോലി. സഭ ആരാണ് പറയുക? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? സഭ എന്ന് പറയുന്നതായ സമയത്ത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ആരാണ് സഭ? അതൊരു ബിൽഡിംഗ് ആണോ? ചർച്ചാണോ? ഗോപുരമാണോ? പറയൂ, എന്താണത്? സഭയെന്നു പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ നീയും ഞാനും, അവരാണ് സഭ. ദേവദാസനും സഭയുടെ അംഗമാണ്, വിശ്വാസിയും സഭയുടെ അംഗമാണ്. അല്ലെങ്കിൽ ദേവദാസനാണോ സഭയുടെ ശിരസ്? വിശ്വാസികളാണോ സഭയുടെ ശരീരം? അല്ല, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഞാനും യേശുക്രിസ്തു രക്തം കൊടുത്തു വാങ്ങിയതായ ആ സഭയിലെ ഒരംഗമാണ്. നമ്മുടെ ശിരസ് ആ കർത്താവാകുന്നു. നാം എല്ലാവരും അവയവങ്ങളാണ്. സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നതായ സമയത്ത് നമ്മെക്കുറിച്ചാണ് നാം പരിശോധിച്ച് അറിയേണ്ടത്. സ്മുർണയെക്കുറിച്ച് പറയുന്നു, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു. എന്താണ്? യേശുക്രിസ്തുവിന്റെ മക്കളെല്ലാം രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ സമ്പന്നന്മാരാകുമോ? സമ്പത്തുകൾ വർദ്ധിക്കുമോ? വലിയവരായിട്ട് മാറുമോ? അങ്ങനെ പ്രസംഗിക്കുന്ന ഉപദേശകന്മാരെന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ടാകും. ഈ ലോകം നിങ്ങളെ വെറുത്താൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങളെക്കാൾ മുൻപിൽ എന്നെ ഈ ലോകം വെറുത്തതാണ്. ആരെങ്കിലും ചോദിക്കുകയാണ്, നീ യേശുവിൽ വിശ്വസിച്ചിട്ടും നീ അതേ വീട്ടിൽ തന്നെ ആണല്ലോ, ഒരു വളർച്ചയുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നീ എന്ത് വിചാരിക്കും? ശരിയാണല്ലേ? അങ്ങനെ ചിന്തിക്കുമോ? ഞാൻ ഏത് വീട്ടിൽ കഴിഞ്ഞാലും നിങ്ങൾക്കെന്താണ്? എന്നെ രക്ഷിച്ചവനായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പരമാനന്ദം നൽകിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയുണ്ട്. എന്നാൽ നിനക്കെല്ലാം ഉണ്ടായിട്ടും നല്ല ആഹാരം പോലും കഴിച്ചാൽ അത് ദഹിക്കാൻ ഗുളിക കഴിക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു മുറിയേ ഉള്ളൂ, കയറുകെട്ടിൽ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ തലയണയിൽ വെച്ചാൽ ഉടൻ തന്നെ ഞാൻ ഉറങ്ങിപ്പോകും. എന്നാൽ നിനക്ക് 6 മുറികളുണ്ട്, ഡബിൾ കോട്ട് ബെഡുകളുണ്ട്, പതുപതുത്തതായ ബെഡുകളുണ്ട്. എന്നാൽ കിടന്നിട്ട് ഉറക്കം വരാൻ ഉറക്ക ഗുളിക കഴിക്കുന്നു. എന്താണിത്? എന്തു പ്രയോജനം? ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്തുമായിട്ട് താരതമ്യം ചെയ്യരുത്. ലോകത്തിന്റെ സമ്പത്തും അനുഗ്രഹവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അനുഗ്രഹം വില കൊടുത്ത് വാങ്ങുന്നത് അല്ല. പണം വർദ്ധിച്ചാൽ ഒരാളുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് വെറുതെ ഇരിക്കുന്നവർ കൂടുമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അനുഗ്രഹം വർദ്ധിക്കും. അത് സമ്പത്ത് വർദ്ധിക്കുന്നതാണെന്നാണ് പലരും പറയുന്നത്. അത് വിശ്വസിച്ചാണ് അനേകരും യേശുവിൽ വിശ്വസിക്കുന്നത്. അയ്യോ, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. നീ എന്നെ വിശ്വസിച്ചതുകൊണ്ട് അനേകർ നിന്നെ തള്ളിയിരിക്കുന്നു. എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് അനേകർ നിന്നെ പരിഹസിക്കുന്നു. എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് നീ സങ്കടപ്പെടുന്നു. എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് നീ കൈക്കൂലി വാങ്ങാതെ ഉള്ള ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നെ വിശ്വസിച്ചതുകൊണ്ട് നീ കൊള്ളലാഭം വാങ്ങാതെ, കൈ വലിച്ചെടുത്തുകൊണ്ട് കൈക്കൂലി വാങ്ങാതെ നീ ജീവിച്ചു പോകുന്നു. ഹൃദയശുദ്ധിയോടെ നീ ജീവിച്ചു പോകുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ കാരണമാണ് നീ കൊള്ളലാഭം വേണ്ടെന്ന് വെച്ചത്. ഞാൻ കാരണമാണ് നീ കഷ്ടത അനുഭവിക്കുന്നത്. ഞാനതറിയുന്നു, ഞാൻ അറിയുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവ് അന്തരംഗങ്ങളെ പരിശോധിച്ചറിയുന്നവനാണ്. നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവാണ്. അവരവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം എല്ലാവർക്കും കൊടുക്കേണ്ടതിന് വേഗത്തിൽ പ്രതിഫലവുമായിട്ട് വരാൻ പോകുന്നവനാണ്. എങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുന്നത്? അമ്മയുടെ പ്രതിഫലം അപ്പന്റെ കയ്യിലും, അപ്പന്റെ പ്രതിഫലം അമ്മയുടെ കയ്യിലുമല്ല. അവരവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം പ്രതിഫലം കൊടുക്കേണ്ടതിന്. സഭയിലെ ദേവദാസന്റെ കയ്യിൽ കൊടുത്താൽ ഇഷ്ടം പോലെയാണ് ചെയ്യുന്നത്.
സഭയിലെ മൂപ്പന്റെ കയ്യിൽ പ്രതിഫലം കൊടുത്താൽ അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ആദ്യം വിളിച്ചെല്ലാം കൊടുക്കുവാനിടയാകും. ഇതല്ലേ ഈ ലോകത്തിൽ നടക്കുന്നത്. അതുപോലെ യേശുവിന്റെ നാമത്തെ ധരിച്ചിരിക്കുന്നതായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും യേശുവിന്റെ നാമത്തിൽ പങ്കുവയ്ക്കുന്നതായ കാര്യങ്ങളിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നടക്കുന്നത്. എന്നാൽ കർത്താവ് നൽകുന്ന ശമ്പളം അവൻ ഒരു ഗ്രൂപ്പിനല്ല, അവൻ വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. നിന്നെ കാണുന്ന ദൈവം, നിന്റെ കണ്ണുനീർ കാണുന്ന ദൈവം, നിന്റെ കഷ്ടത കാണുന്ന ദൈവം നീ അനുഭവിച്ച കഷ്ടതയ്ക്കനുസരിച്ച് 100 ഇരട്ടി പ്രതിഫലം നൽകും. പത്രോസ് ഒരു ദിവസം ചോദിച്ചു, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് അങ്ങയെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? കർത്താവ് എന്താണ് പറഞ്ഞത്? എന്റെ നിമിത്തം നിങ്ങളിൽ ആരെങ്കിലും സഹോദരനെയോ സഹോദരിയെയോ മാതാപിതാക്കളെയോ സമ്പത്തിനെയോ വീടിനെയോ എന്തിനെയാണെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും സ്വർഗത്തിലും 100 മടങ്ങ് പ്രതിഫലം ലഭിക്കുവാനിടയാകും. അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ സഭയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് മദ്രാസിൽ വന്നിട്ട് ജോലി ചെയ്യുന്നതായ ആളുകൾ ഇടയ്ക്ക് ഞങ്ങളുടെ സഭയിൽ വരാറുണ്ട്. വന്ന 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറയും, ബ്രദർ, ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ജോലി നേടാനിടയായത്. എന്നാൽ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഞാൻ പോയിട്ട് കമ്പനിയിൽ ചെന്ന് ഞാൻ വെച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ പറയും, നിങ്ങളെ ഇഷ്ടമെന്ന്. ഞാൻ വിചാരിക്കും, എന്തിനാണ് അവരുടെ ജോലി ഞാനായിട്ട് കളയുന്നത്? അല്ല, എൻ്റെ മനസ്സാക്ഷിക്ക് കുത്തുകൊള്ളുന്നു. ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ ആന്ധ്രാപ്രദേശിൽ ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഡിഗ്രി പഠിച്ചിട്ട് ബിടെക് പഠിച്ചിട്ട് ചെയ്യുകയാണ് ഈ ബസ് കണ്ടക്ടറായിട്ട്. എനിക്ക് ഒരുപാട് നിരാശ തോന്നാനിടയായി. ആരോ പറഞ്ഞു, മദ്രാസിൽ ചെല്ലുകയാണെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് കൊടുക്കുകയാണെങ്കിൽ ജോലി കിട്ടുമെന്ന്. ഞാനും അങ്ങനെ ചെയ്തു. ഇപ്പോൾ നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് സുഖമായിട്ട് ഞാൻ ജീവിക്കുന്നു. ചർച്ചിൽ മുടങ്ങാതെ പോകുന്നുണ്ട്. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നു, ബ്രദർ, എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന്. എന്താണ് സഹിക്കാൻ കഴിയാത്തത്? എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കുകയാണ്. ഞാൻ കമ്പനിയിൽ ചെന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഞാൻ തന്നതെന്ന് പറയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവർ എന്തു ചെയ്യും? സാരമില്ലെന്ന് പറയുമോ? ജോലി നഷ്ടപ്പെടാനിടയായി. അയാൾ വീട്ടിൽ പോയി വീണ്ടും കണ്ടക്ടറിന്റെ ജോലി ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുവാനിടയായി, എന്താണിത്? എല്ലാ ചർച്ചകളിലും പോയിട്ട് എനിക്ക് ജോലി കിട്ടിയെന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് എൻ്റെ ജോലി പോയി എന്നാണ് സാക്ഷ്യം പറയുന്നത്. ഇനിയും ആരും നമ്മുടെ ചർച്ചിലേക്ക് വരികയില്ലേ? ജോലി പോയെങ്കിൽ പോട്ടെ, മനസ്സാക്ഷി നേരെയായിരിക്കുന്നു. ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ജോലി നഷ്ടപ്പെടാനിടയായി. ബസ്സിൽ കയറിയും ഇറങ്ങിയും വിസിലടിച്ചും കഷ്ടപ്പെട്ടും ചെയ്യുന്നതായ കണ്ടക്ടറിന്റെ ജോലിയാണ് കിട്ടിയത്. എന്നാൽ അവന്റെ മനസ്സാക്ഷി നേരെയായിരിക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകളുണ്ട് കള്ളം പറഞ്ഞ് ജോലി നേടുന്നവർ, വഞ്ചന ചെയ്ത് വ്യാപാരം നടത്തുന്നവർ, കൈക്കൂലി വാങ്ങിയിട്ട് ധനം സമ്പാദിക്കുന്നവർ. അത് അനുഗ്രഹമല്ല. കർത്താവ് പറയുന്നു, എനിക്കറിയാം, ഞാൻ കാരണം, നിന്റെ മനസ്സാക്ഷി കാരണം. നീ ദാരിദ്ര്യത്തിലാകുന്നു, നീ കഷ്ടതയിലാകുന്നു, നീ ബുദ്ധിമുട്ടിലാകുന്നു, നിനക്ക് ഞാൻ അനുഗ്രഹം നൽകും. പിശാച് നിന്നെ നോക്കുന്നുണ്ട്, അതും ഞാൻ അറിയുന്നു. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. അടുത്ത വാക്യം നോക്കൂ. യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകും. ഒരു ക്രിസ്ത്യാനി എപ്പോൾ വരെയാണ് വിശ്വസ്തനായിരിക്കേണ്ടത്? മരണം വരെയും വിശ്വസ്തനായി ജീവിക്കണം. ഈ ദിവസം ആരൊക്കെ പറയുന്നുണ്ട്, ഞാൻ യേശുക്രിസ്തു കാരണമായി നിന്ദയിൽ ആയിരിക്കുന്നു, കഷ്ടതയിലായിരിക്കുന്നു, എല്ലാ ദിവസവും എൻ്റെ അമ്മായിയമ്മ എന്നോട് വഴക്കുണ്ടാക്കുന്നുണ്ട്, ഞാനതെല്ലാം സഹിക്കുകയാണ്, വീട്ടിലെ സകല പണിയും അടുക്കള ജോലി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അവരുടെ കാല് തിരുമ്മിക്കൊടുക്കുന്നുണ്ട്, അവർ പറയുന്ന പണിയെല്ലാം ചെയ്യുന്നുണ്ട്, എങ്കിലും എന്നെ ചീത്ത വിളിക്കുകയാണ്, നീ ഭയങ്കര വിശ്വാസിയാണോ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. എങ്കിലും സാരമില്ലെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെയിരിക്കുന്നു. എന്നാർക്കെങ്കിലും ഇവിടെ സാക്ഷ്യം പറയാൻ കഴിയുമോ? എൻ്റെ അമ്മായിയും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ അറിയാം, അവരെ ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ചിലർ അങ്ങനെയാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്ന വരുന്നതായ സമയത്ത് നീ അത് സഹിക്കും. യേശുക്രിസ്തുവിനെ നിന്ദിച്ചു, അപമാനിച്ചു, അവൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ ഇരിക്കാനിടയായി. നിന്റെ പക്ഷത്തിൽ ദൈവം സംസാരിക്കും, ദൈവം നിന്റെ പക്ഷത്തിലുണ്ടാകും. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. ഈ കാലത്ത് ക്രിസ്തു നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്.
നഷ്ടമനുഭവിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്. ജീവിതത്തിൽ ഉപദ്രവം അനുഭവിക്കുന്നതായ എത്രയോ ദൈവദാസന്മാരുണ്ട്. ഈ കാലത്തും ക്രിസ്തു നിമിത്തം കഷ്ടതയും ഉപദ്രവവും അനുഭവിക്കുന്നതായ എത്രയോ ദൈവദാസന്മാരുണ്ട്. ഇതും വരവിന്റെ സൂചനയാണ്. ക്രിസ്ത്യാനികൾക്ക് കഷ്ടത വരുമ്പോൾ അത് യേശുവിന്റെ വരവിന്റെ സൂചനയാണ്. തീർച്ചയായിട്ടും കർത്താവിന്റെ വരവടുക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കഷ്ടതയുണ്ടാകും. ആ സമയത്ത് നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. പാപത്തോട് ഐക്യതപ്പെടുവാൻ ഒരിക്കലും പാടില്ല. വീണുപോകുവാൻ പാടില്ല. സ്മുർണ സഭ പോലെ ഞാനും ലോകത്തോടും പാപത്തോടും ജയം നേടിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നിമിത്തം കഷ്ടത അനുഭവിക്കുന്നത് ഭാഗ്യമായിട്ട് എണ്ണുവാനിടയാകും എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എത്ര ആളുകൾ ഇവിടെയുണ്ട്? ഞാൻ നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് അരുതാത്തത് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നു കരയുവാനാണോ ദൈവം പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീനെന്നാണ്. നിന്നെ നിന്ദിക്കുന്നവരെ ഉപദ്രവിക്കരുത്. നിന്ദിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നിന്റെ പ്രാർത്ഥന നിന്നെ നിന്ദിക്കുന്നവരെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും. ശൗൽ സഭയെ ഉപദ്രവിക്കുമ്പോൾ, നിന്ദിക്കുന്ന സമയത്ത് സ്തെഫാനോസിനെ കല്ലുകൊണ്ട് എറിഞ്ഞ് കൊല്ലുന്നതായ സമയം, സ്തെഫാനോസ് മരണസമയത്ത് നിലവിളിക്കാനിടയായി, ഈ പാപം ഇവരുടെ മേൽ വരരുതേ എന്ന്. ആ പ്രാർത്ഥന കേട്ടതായ ശൗൽ, നമുക്കറിയാം പിന്നീടുള്ള അധ്യായങ്ങളിൽ ശൗൽ പൗലോസായി മാറി. ഈ അന്ത്യകാലത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെയാണ് വേണ്ടത്. പെർഗമാസിലെ സഭയോട് കർത്താവ് പറയുന്നു, നീ ഇവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. 2-ാം അധ്യായം 13-ാം വാക്യമാണ്. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട്. നീ വിശ്വാസി എന്ന നിലയിൽ നല്ലതായി ജീവിക്കുന്നു. നിന്റെ സഭയിൽ എല്ലാ രീതിയിലും നല്ലതായിരിക്കുന്നു. പിശാചിന്റെ സിംഹാസനമുള്ളിടത്ത് കർത്താവിന്റെ സാക്ഷിയായിട്ട് നീ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ലതാണ്. എന്നാൽ നിന്നിൽ ബിലയാമിന്റെ ഉപദേശമുണ്ട്. ഇതെന്തൊരു ഉപദേശമാണ്? ബിലയാമിന്റെ ഉപദേശം. ബിലയാമിന്റെ ഉപദേശം എന്താണ്? ദുരുപദേശമാണത്. മറ്റുള്ളവരെ പാപത്തിലേക്ക് തള്ളിവിടുന്ന ഉപദേശം, മറ്റുള്ളവരെ തെറ്റു ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഉപദേശം. ഈ ബിലയാമിന്റെ ഉപദേശം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, ധനമോഹത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവവേലയില്, ദൈവിക ശുശ്രൂഷകളില് എങ്ങനെ പണം സമാഹരിക്കണം, എങ്ങനെ ഫണ്ട് വർദ്ധിപ്പിക്കണം, സ്തോത്രകാഴ്ച കൂടുതൽ ലഭിക്കുവാൻ എങ്ങനെ മനുഷ്യരെ പ്രേരിപ്പിക്കണം, ജനത്തിന്റെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ നേടിയെടുക്കുവാൻ ശ്രമിക്കണം. ഇതാണോ ഒരു വലിയ ശുശ്രൂഷയായിട്ട് ഇന്ന് മാറുന്നത്? ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റിയെടുക്കാനിടയാകണം, ഒരു വ്യക്തിയെ എങ്ങനെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരണം, എങ്ങനെ ഒരു വ്യക്തിയെ തികഞ്ഞവനാക്കി യേശുവിന്റെ മുൻപിൽ നിർത്തണം, ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രസവ വേദന അനുഭവിച്ചുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം. അതായിരുന്നു അന്നുണ്ടായിരുന്ന പൗലോസിന്റെ ആഗ്രഹം. ഇന്നുള്ള ക്രിസ്ത്യാനികളുടെ ആഗ്രഹം എന്താണ്? വചനത്തെക്കാൾ കൂടുതലായിട്ട് പണം സമ്പാദിക്കാൻ നോക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ ചില സഭകളിൽ ലേലം വിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ചില സഭകളിലൊക്കെ ഉണ്ട് അല്ലേ? മറിയമ്മ കൊണ്ടുവന്നതായ മുട്ട സഭയുടെ വക 5 രൂപ, അന്നമ്മ കൊണ്ടുവന്നതായ വാഴക്കുല ഒരു തരം 50 രൂപ. വെസ്റ്റ് ഗോദാവരിയിൽ അനേക സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്. അനേക സഭകളിൽ ക്ഷണമനുസരിച്ച് ഞാൻ പ്രസംഗിക്കാൻ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യേണ്ട, ഞാൻ അവിടെ ഇരുന്നാൽ മതി. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ലേലം വിളിയും എല്ലാം ചെയ്യുന്നത്. അവിടെ പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിക്കാൻ പറയുമായിരുന്നു. എന്നാൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വെളുപ്പിനെ വരെ ലേലം വിളിക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് അതിശയം തോന്നിയിട്ടുണ്ട്. ദൈവമക്കൾ കൂടി വന്നിരിക്കുന്നത്
കഥകൾ പറയുവാൻ വേണ്ടിയോ ആദായം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയോ ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തുവാൻ വേണ്ടിയോ മറ്റുള്ളവരിൽ കൂടി എങ്ങനെ ലാഭമുണ്ടാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയല്ല. വലിയ കൂട്ടം കൂടിയാൽ ഇതാണ് ഉണ്ടാകുന്ന പ്രശ്നം. ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് എന്ത് നേടിയെടുക്കുവാൻ സമ്പാദിക്കാൻ കഴിയും, എന്ത് ലാഭമുണ്ടാക്കുവാൻ കഴിയും എന്നുള്ള ദുശ്ചിന്ത ഇന്ന് അനേകം സഭകളിൽ കാണുന്നു. അതാണ് ബിലെയാമിന്റെ ഉപദേശം, അതാണ് ഈ സഭയിൽ കാണുന്നത്. രാജാവ് നൽകുന്ന പ്രതിഫലം വേണം, രാജാവിന്റെ ദാനങ്ങൾ വേണം. ദൈവം വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു അവരോടൊപ്പം പോകരുത്, ഇസ്രായേലിൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ അവരെ ശപിക്കുവാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ വെളിയിൽ വന്ന് പറയുകയാണ്, യഹോവ പോകണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്, എങ്കിലും നിൽക്കുക, പ്രാർത്ഥിച്ചിട്ട് പറയാമെന്നാണ്. ഇനിയും എന്തിനാണ് പ്രാർത്ഥിച്ച് പറയുന്നത്? ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും നിന്റെ ഹിതത്തെ ദൈവത്തിന്റെ ഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്ന് വ്യഗ്രത കൊള്ളുകയാണ് ജനം. പോകണ്ടെന്ന് പറഞ്ഞു, വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പോകാൻ പറഞ്ഞു. അങ്ങനെ വളരെ വ്യഗ്രതയോടെ കൂടി ബൈക്കിൽ കയറിയിരുന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അയ്യോ, ബൈക്കല്ല, അത് കഴുതയാണ്. കഴുതപ്പുറത്ത് കയറിയിരുന്നിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. അതിനിട്ട് കാല് വെച്ചൊരു അടി വെച്ച് കൊടുത്തു. അത് പുറകോട്ട് തിരിഞ്ഞ് എന്നെ തൊഴിക്കുകയാണോ എന്ന് ചോദിച്ചു. എടാ, കഴുത സംസാരിക്കുന്നുണ്ടല്ലോ എന്ന ഓർമ്മ പോലും വരാതെ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകൾ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി തീർന്ന ആളുകൾ മൃഗത്തെക്കാൾ ഹീനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എത്രയോ ദൈവദാസന്മാരായിരിക്കുന്നവർ, എത്രയോ നല്ല വിശ്വാസികളെന്ന് വിളിക്കപ്പെട്ടവർ ഇന്ന് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്നു. ഒരു സഭയിൽ ചെന്നാൽ അവിടെയുള്ള വിശ്വാസികളെ എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും, അവരെ കൊണ്ട് എങ്ങനെ ലാഭമുണ്ടാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അവരെ ഉപയോഗിക്കുകയാണ്. വിവാഹ ബന്ധങ്ങൾക്ക് വേണ്ടി, മാച്ച് മേക്കിങ്ങിന് വേണ്ടി. എന്താണ്? ആ സഭയിൽ ചെന്നാൽ പെൺകുട്ടി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നു. വിവാഹത്തിന് വേണ്ടിയാണ് സഭയിൽ പോകുന്നത്. എന്താണിത്? ഹൈദരാബാദ് പോലുള്ളതായ സിറ്റികളിൽ കൂടുതൽ യുവതീ യുവാക്കൾ വരുന്നതായ സഭകളിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. കാരണം അവിടെ ചെന്നാൽ തക്കതായ വിവാഹബന്ധം കിട്ടുമെന്ന് പറഞ്ഞ്. കല്യാണത്തിന്, ലോകപരമായ വിവാഹത്തിന്, കുടുംബ ജീവിതത്തിന്റെ കാര്യത്തില് അത് ദൈവത്തിന്റെ നാമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദുർനടപ്പിന് ഇടം കൊടുക്കുന്നത്, ശരീരമോഹങ്ങൾക്ക് ഇടം കൊടുക്കുന്നത്, അതാണ് ബിലെയാമിന്റെ ഉപദേശമെന്ന് പറയുന്നത്. ഇന്നുള്ള സഭകളിൽ അത് നിറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു വിലപിക്കുകയാണ്. ഈ ജനത്തെ കണ്ടുകൊണ്ട് അവൻ വിലപിക്കുകയാണ്. ബിലെയാമിന്റെ ഉപദേശങ്ങളെ മാറ്റിവെക്കുക. തുയധൈര്യയിലെ സഭ ആ സഭയോട് പറയുന്നു, ഇസബേലിനെ നീ അനുവദിക്കുന്നു. ഇസബേലിന്റെ ഭരണമാണ്. അയ്യോ, ഞാൻ സഹോദരിമാരെ ഒന്നും പറയുന്നില്ല. വീട്ടിലെ ഭരണം ഭർത്താവാണോ ഭാര്യയാണോ? പറയുക, പുരുഷന്മാരെ ഭാര്യമാർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ ബൈബിൾ പറയുന്നുണ്ടോ? പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. പ്രിയ സഹോദരിമാരെ, സ്ത്രീകളെ, നിങ്ങളുടെ പുരുഷന്മാരെ നിങ്ങൾ ഭരിച്ച് വഴി നടത്തുക എന്നാണ് പറയുന്നത്. എന്താണ്? സ്ത്രീയുടെ സൗന്ദര്യം അടക്കമാണ്. സ്ത്രീയുടെ സൗന്ദര്യം അനുസരണമാണ്. അനുസരണത്തിൽ കൂടി അധികാരമുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നേടുവാൻ കഴിയും. ദൈവം എന്തിനു വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചത്, നീ അത് ചെയ്യുക. ആഹാബിനെ വിവാഹം കഴിച്ച് ഇസബേൽ റാണിയായിട്ട് മാറി. അന്യസ്ത്രീയാണ്. ആഹാബ് കാരണമാണ് രാജ്ഞിയായത്. അയാളെ വെറുതെ ഇരുത്തിയിട്ട് ഇവൾ ഭരിച്ചു. അയാളാണെങ്കിൽ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. ഇങ്ങനെയുള്ളതായ ചില ആളുകളുമുണ്ട്. എന്താണ്? പുരുഷനായിരിക്കുന്നവൻ പുരുഷനെ പോലെ ആയിരിക്കുക, കുട്ടികളെ പോലെ ആകരുത്. ഓരോ കാര്യത്തിനും കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങുന്നത് എന്തിനാണ്? ആഹാരം കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ്? പുരുഷൻ തന്റെ അധികാരം ഉപയോഗിച്ച് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതായ സമയത്ത് തീർച്ചയായും സ്ത്രീ അത് അനുസരിക്കാനിടയാകും. ഇവിടെ പറയുകയാണെങ്കിൽ യഥാർത്ഥ തെറ്റ് സ്ത്രീയുടെ പക്ഷത്തല്ല, പുരുഷന്റേതാണ്. ആഹാബ് അവിടെ ആ സ്ത്രീയെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ അവളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറി. നോക്കുക, ദൈവം ഒരു പദ്ധതി വച്ചിരിക്കുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുക. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. എന്താണ്? ഞങ്ങളോട് മാത്രം അനുസരിക്കുക എന്നൊക്കെ പറയുന്നു. എന്നാൽ പുരുഷന്മാരോട് മാത്രം
സ്നേഹിക്കുക എന്ന് ലൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താണ് ലൈറ്റാണോ? അനുസരിക്കുന്നതാണോ എളുപ്പം? സ്നേഹിക്കുന്നതാണോ എളുപ്പം? കോഫി ഇട്ട് തരിക എന്ന് പറയുമ്പോൾ അങ്ങനെ തരുന്നതാണോ എളുപ്പം? അതോ ഭാര്യ പനി പിടിച്ച് കിടക്കുമ്പോൾ കോഫി ഇട്ടുകൊണ്ട് അവൾക്ക് കൊടുക്കുന്നതാണോ എളുപ്പം? കോഫി എന്ന് പറഞ്ഞാൽ ഇട്ട് കുടിക്കാനാണ് ഇന്നത്തെ ഭാര്യമാർ പറയുന്നത്, അല്ലേ? ചായമില്ല, കാപ്പിയുമില്ല, വെളിയിൽ പോയി കുടിക്കൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ വെളിയിൽ പോയി കുടിക്കുന്നത്. എന്താണ്? നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിൽ രുചികരമായ ഭക്ഷണം അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അതോ എവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്ന രീതിയിലാണോ ചെയ്യുന്നത്? അയാൾ എവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്ന രീതിയിലാണോ അയാളോട് പ്രവർത്തിക്കുന്നത്? വൈകിട്ട് നേരെ വന്ന് ചോദിക്കും, എന്താണ് കറി? വലിയ കറിയൊന്നുമില്ല. ശരി, എനിക്ക് വേണ്ട. വെളിയിൽ പോയി കഴിച്ചിട്ടാണ് ഇയാൾ വരുന്നത്. കുടുംബ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന്. ഭാര്യ, ജ്ഞാനമുള്ളതായ സ്ത്രീ തൻ്റെ വീട് പണിയുകയാണ്. നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ ഭർത്താവാകട്ടെ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കി വെക്കും, എന്നെ സ്നേഹിക്കുവാനിടയാകും എന്ന ആഗ്രഹത്തോടെ വരുവാനിടയാകണം. അല്ലാതെ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, എനിക്കൊന്നും തരികയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയൊന്നും ആഹാരം വെച്ച് തരികയില്ല, അതുകൊണ്ട് വീട്ടിൽ കഴിക്കണ്ട, വെളിയിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് 3 നേരവും വെളിയിൽ നിന്ന് കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ ആണുങ്ങളായിരിക്കാം ചില ആളുകൾ. ശ്രദ്ധിക്കുക, അതിൻ്റെ കുഴപ്പം നിങ്ങളുടെ ജീവിത രീതി തന്നെയാണ്. ചാരായ ഷാപ്പും ബ്രാൻഡ് ഷാപ്പും എല്ലാം ഉണ്ടാക്കൂട്ടത്തിൽ. എവിടെ നോക്കിയാലും വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നതായ ആളുകളെ കാണാം. ഇന്ന് രോഗത്തിനും കാരണം അതാണ്. വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ വളരെ രുചികരമാണെന്നാണ് പറയുന്നത്. കാരണം അവർ രാസപദാർത്ഥമൊക്കെ ഇട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ആദ്യം എന്താണ് കാണുന്നത്? നല്ല വലിയ ബോർഡ്, നല്ല ആഹാരത്തിന്റെ സുഗന്ധം. എന്നാൽ അതിന്റെ ശുചിത്വം നിങ്ങൾ കാണുന്നില്ലല്ലോ. ഈ കാലത്ത് ഇസബേൽ ഭരണം നടത്തുകയാണെങ്കിൽ, ദുഷ്ടൻ ഭരണം നടത്തുകയാണെങ്കിൽ, അത് സ്ത്രീയായാലും അതുപോലെ പുരുഷനായാലും, ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ ആ ഉത്തരവാദിത്തം പിശാചെടുത്ത് അവനത് ഉപയോഗിക്കാനിടയാകും. ദൈവത്തിന്റെ സഭ ദൈവത്തിന് കീഴ്പ്പെടണം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നാം വിശ്വസ്തരായിട്ട് ജീവിക്കണം. ഭാര്യയായി നിന്റെ ഉത്തരവാദിത്തം നീ നിറവേറ്റണം. ഭർത്താവായി നിന്റെ ഉത്തരവാദിത്തം നീ നിറവേറ്റണം. മാതാവായി പിതാവായി നിന്റെ മക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്തം നിറവേറ്റണം. ഒരുവൻ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ നീചമായ സ്ഥിതിയിലാണെന്ന് ബൈബിളിൽ പറയുന്നു. കുഞ്ഞുങ്ങളെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരെവിടെ പോയി എന്ന് എന്തുകൊണ്ടാണ് നീ അന്വേഷിക്കാത്തത്? അവർക്ക് കുറച്ച് പണം കൊടുത്താൽ മതി എന്നാണ് അനേകരും ഇന്ന് ചിന്തിക്കുന്നത്. വിദേശത്തയച്ച് അവരെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ പെരുമാറ്റം എങ്ങനെയാ തീരുമെന്നൊന്നും നോക്കുന്നില്ല. ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം എന്താണ്? മാതാവിന്റെ ബാധ്യത എന്താണ് എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകളെയാണ് ഇന്ന് നാം കാണുന്നത്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവളായ, യേശുവിന്റെ മക്കളായിരിക്കുന്നതായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പിശാചിനെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്? നിങ്ങളുടെ മക്കളെ ഇസബേൽ ഭരിക്കാൻ എന്തിനാണ് അനുവദിക്കുന്നത്? ഇസബേൽ ദുർനടപ്പിന്റെ അടയാളമാകുന്നു, ദുർനടപ്പിന്റെ സൂചനയാണ്. ദൈവത്തെ വിട്ട് ജീവിക്കുന്നവർ ദുർനടപ്പിന് ഇടം കൊടുക്കും. ദുർനടപ്പ് എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തിന് മുൻപ് തന്നെ മറ്റുള്ള വ്യക്തികളുമായി അശ്ലീലമായ പാപങ്ങൾ ചെയ്യുന്നതാണ്. ഇന്ന് അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു നാം അവനു വേണ്ടി കാത്തിരിക്കുന്ന കന്യകകളായിരിക്കണമെന്ന്. വിശുദ്ധരായ കർത്താവിന് വേണ്ടി കാത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പിശാച് പലരെയും അശുദ്ധരാക്കി ഇന്ന് മാറ്റുകയാണ്. ത്രിധൈര്യ സഭയോട് ദൈവം പറയുന്നു, നീ ഇസബേലിനെ നിന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തിരിക്കുന്നു, ജാഗ്രത, ഞാൻ വേഗം വരുന്നു. പ്രാർത്ഥന. എല്ലാ വ്യക്തികളും ഒരു നിമിഷം ഹൃദയത്തെ, മനസ്സിനെ തുറന്നുകൊണ്ട് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന്റെ സന്നിധിയിൽ പറയുക. ബിലിയാമിന്റെ ഉപദേശത്തിന് ഇടം കൊടുക്കുന്നവരായിട്ടാണോ? ഇസബേലിന്റെ ഭരണത്തിന് ഇടം കൊടുക്കുന്നവരായിട്ടാണോ? ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ പാപത്തെക്കുറിച്ചും നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചും നിങ്ങളുടെ കുറവുകളെക്കുറിച്ചും നിങ്ങളോട് ബോധിപ്പിച്ചു തരുമ്പോൾ, കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്, യേശുവിനെ വിശ്വസിച്ചുവെങ്കിലും എൻ്റെ ദാരിദ്ര്യം മാറുന്നില്ല, എൻ്റെ വരുമാനം വർദ്ധിക്കുന്നില്ല, എൻ്റെ വ്യാപാരത്തിൽ ലാഭമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു വേദനിക്കുന്നുവെന്നാൽ, കർത്താവിനെ നിമിത്തമായി ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ കാക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെയായിരിക്കുന്നത്, ഞാനിങ്ങനെ തന്നെ മുൻപോട്ട് പോകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കാം. ഈ ലോകം ശാശ്വതമല്ല എന്നും അന്ത്യകാലത്താണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്നും ഈ ലോകത്ത് അക്രമവും കഷ്ടതയും വർദ്ധിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊള്ളേണ്ടതിന് ഞങ്ങളെ ഉപദേശിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരേറ്റുന്നു കർത്താവേ. പരിശുദ്ധനായ സ്നേഹമുള്ള കർത്താവേ,
ഒരിക്കൽ കൂടി നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ നീ വെക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏതു ഹൃദയത്തിൽ നിന്ന് ഏത് വേദനയാണ് വരുന്നത്, ഏത് പ്രാർത്ഥനയാണ് ഉയരുന്നത്, ഏത് അപേക്ഷയാണ് ഉയരുന്നത്, കാണുന്നതായ ദൈവമാകുന്നത് കൊണ്ട് ഞങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആരും നശിക്കുവാൻ ഇഷ്ടമില്ലാത്ത കർത്താവേ, നിന്റെ നാമം ധരിച്ചിരിക്കുന്നവരായ ഞങ്ങൾ, നിന്നെ അനുഗമിക്കുന്നവരായ ഞങ്ങൾ, നിന്നിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവരായ ഞങ്ങൾ അഗ്നിയിൽ വീണുപോകാതെ, നരകത്തിൽ വീണുപോകാതെ, നിന്റെ വരവില് നിലവിളിക്കുന്നവരായിട്ട് മാറാതെ, തള്ളപ്പെട്ടവരുടെ കൂട്ടത്തില് ആയിപ്പോകാതെ മണവാട്ടി സഭയിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവർക്ക് നിന്റെ സ്നേഹം കൊടുക്കണമേ. ബിലിയാമിന്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഇസബേലിന്റെ ഭരണത്തെ തള്ളിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ, അതുപോലെ ഞങ്ങളുടെ സഭകളെ നിന്റെ മുൻപിൽ സത്യസന്ധതയോടെ കാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചു തന്ന് നിന്റെ ശുദ്ധരക്തത്താൽ ഞങ്ങളെ കഴുകിക്കൊണ്ട് നിന്റെ വരവ് വരെയും വിശ്വസ്തയോടെ കാക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.